വക്കീലെ, ഇപ്പോൾ CPM പ്രതിനിധി പല കാര്യങ്ങളും ഇവിടെ പറയുകയുണ്ടായി. ചോദ്യവും ചോദിച്ചു, പക്ഷേ അതിനുള്ള ഉത്തരം കിട്ടിയില്ല. അരി എത്ര എന്നാണ് ചോദിച്ചത്, പയറഞ്ഞാഴി എന്നാണ് അദ്ദേഹം തന്ന മറുപടി. പല കാര്യങ്ങളും പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഞാനതിൽ ഇടപെട്ടത്. വക്കീൽ ശ്രീപത്മനാഭൻ വക്കീൽ കേൾക്കാമല്ലോ അല്ലേ? അദ്ദേഹം പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. പല ആരോപണങ്ങളും അത് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതുണ്ട്, പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്നതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആചാര അനുഷ്ഠാനങ്ങളുടെ മേൽ കടക്കൽ കത്തിവെച്ചത് CPM അല്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ യുക്തമായിട്ടുള്ള മറുപടി അനിവാര്യമാണ്. താങ്കൾ അത് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതില് ആദ്യം ശബരി റെയിൽപാതയിൽ തുടങ്ങാം. ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ, ഇവര് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോ റെയിൽവേയുടെ പോളിസി ഈ UPA സർക്കാരിന്റെ കാലം മുതൽ 50-50 ആണ്. പുതിയ എല്ലാ റെയിൽവേ ലൈനിനും കേന്ദ്രം 50%, സംസ്ഥാനങ്ങൾ 50% വഹിക്കണം എന്നാണ്. അത് നിയമമാണ്, ഇവരുടെ ഔദാര്യമൊന്നുമല്ല. അത് UPA സർക്കാർ ഉണ്ടാക്കിയ പുതിയ ഒരു പോളിസി മാറ്റം, നയപരമായ മാറ്റമാണ്. നേരത്തെ രാജ്യത്ത് റെയിൽവേ ലൈനുകൾ ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് കേന്ദ്രം എല്ലാ കാര്യവും ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ അത് നിർത്തി. ഇപ്പൊ 50-50 ആണ്. കഴിഞ്ഞ ബഡ്ജറ്റ് 2025 മാർച്ച് മാസത്തിൽ കേരള സംസ്ഥാനത്ത് ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എത്ര രൂപ ശബരി റെയിൽപാതയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്? 0 ഒരു രൂപ പോലും ശബരി റെയിൽപാതയ്ക്ക് ഈ കഴിഞ്ഞ റെയിൽവേ ബഡ്ജറ്റിൽ ഈ സംസ്ഥാന ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിൽ, അതായത് 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ശബരി റെയിൽപാതയ്ക്ക് പൈസ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ വേണ്ട ഒരു ചെറിയ തുകയാണ്, വലിയ തുകയൊന്നല്ല, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഒരു നടപടി ആരംഭിക്കാണ്ട് കിടക്കുകയാണ്. ഇപ്പൊ എന്താ ഉണ്ടാവാൻ പോകുന്നറിയോ? ആ പൈസ ലാപ്സ് ആവും. കാരണം സംസ്ഥാന സർക്കാർ ഒരു നയാ പൈസ പോലും ബഡ്ജറ്റിൽ നീക്കി വെച്ച് അവരും ഇതുമായി സഹകരിക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ യൂണിയൻ ബഡ്ജറ്റിൽ 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി ബഡ്ജറ്റിൽ നീക്കി വെച്ച തുക ലാപ്സ് ആവും. 1. 2, ഇപ്പൊ ഇവിടെ ചോദിച്ചു ശബരിമലയ്ക്ക് എത്ര രൂപ കൊടുത്തു കേന്ദ്ര സർക്കാരിന്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ശബരിമലയിലേക്ക് സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 കോടി രൂപ ശബരിമലയ്ക്ക് അനുവദിച്ചു. 100 കോടി രൂപ. അതിൽ 52 കോടി രൂപ മാത്രമാണ് കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചെലവാക്കിയത്. അത് കേന്ദ്രം കൊടുക്കുന്ന പൈസ അത് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി പദ്ധതി നടപ്പിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരിലൂടെ കൈപ്പറ്റണം. 52 കോടി രൂപയുടെ പ്രോജക്റ്റ് മാത്രമാണ് അവതരിപ്പിച്ച് നടപ്പിലാക്കിയത്. ബാക്കി 48 കോടി രൂപ ലാപ്സ് ആയിപ്പോയി. ഗുരുവായൂരിൽ 248 കോടി രൂപയാണ് ഇന്ന് വരെ പ്രസാദം പദ്ധതിയിൽ ഗുരുവായൂർ നഗരത്തിന്റെ വികസനത്തിന് ഭക്തജനങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയത്. അവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ്, അത് കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം പദ്ധതിയിൽപ്പെട്ടതാണ്. അവിടെ ഡോർമെട്രി, അതായത് പാവപ്പെട്ട ആളുകൾക്ക് വന്നാൽ പൈസ കൊടുക്കാണ്ട് താമസിക്കാനുള്ള ഡോർമെട്രി, അപ്പൊ കുടുംബശ്രീക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് പദ്ധതിയാണ്. ഗുരുവായൂർ നഗരത്തിലെ ഓടകൾ മുഴുവൻ വൃത്തിയാക്കി ഓടകൾ പുനർനിർമ്മിച്ചു, ഡ്രെയിനേജ് സിസ്റ്റം പുനർനിർമ്മിച്ചു. അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. 248 crores 248 കോടി രൂപയാണ് നീക്കിവെച്ചത്. ഇതൊക്കെ അവിടെ ചെലവാക്കിയത് പദ്ധതിയാണ്. അപ്പൊ ഇതാണ് ഇത്രയും കാലം ഈ കേന്ദ്ര സർക്കാർ ഈ 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ചെലവാക്കി. അവിടെ ഈ കളവ് പറയരുത് നിങ്ങൾ ദയവ് ചെയ്തിട്ട്. ഒരു നയാ പൈസ പോലും കഴിഞ്ഞ ബഡ്ജറ്റിൽ ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടില്ല. ഇനി ഇവര് പറയുന്നത് ഇവർ ആചാര ലംഘനം നടത്തിയിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, പോലീസ് എസ്കോർട്ട് കൂടിയല്ലേ ഹൈദരാബാദിൽ നിന്ന് വന്ന ചെറുപ്പക്കാരിയായ ഒരു പത്രപ്രവർത്തകയെ ഏതാണ്ട് നമ്മുടെ എന്താ പറയാ ശബരിമലയിലെ നമ്മുടെ ശരംകുത്തി വരെ എത്തിച്ചത്? ശരംകുത്തി വരെ ഇവർ എത്തിച്ചില്ല. ഹൈദരാബാദിൽ നിന്ന് ഒരു പത്രപ്രവർത്തക, അവർ മാവോയിസ്റ്റ് ബന്ധമുള്ള ഒരു സ്ത്രീയാണ്. മാവോയിസ്റ്റ് ബന്ധമുള്ള ഒരു 10-30 വയസ്സുള്ള പത്രപ്രവർത്തകയെ ഇവരവിടെ എത്തിച്ചില്ല. ഇനി നാപ്കിൻ പാഡ് അത് കെട്ടിൻ്റെ ഉള്ളിലാക്കിയ റഹന ഫാത്തിമയെ നിങ്ങൾ എത്തിച്ചില്ലേ? ശബരിമലന്റെ പരിസരത്ത് നിങ്ങൾ എത്തിച്ചില്ലേ?
അത് അവസാനം എന്താ ഉണ്ടായെന്ന് അറിയാം, അവർക്കെതിരെ കേന്ദ്ര സർക്കാർ, അവര് BSNL ജീവനക്കാരിയാ, കേന്ദ്ര സർക്കാർ അവർക്കെതിരെ നടപടിയെടുത്തു. പിന്നെ വേറൊരു സ്ത്രീയെയും കൊണ്ട് നിങ്ങൾ ഏതാണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് നടപ്പന്തൽ വരെ എത്തിയില്ലേ, നിങ്ങൾ എത്തിയില്ലേ. ഞാൻ കടകംപള്ളിയുടെ സുഹൃത്താന്നും പറഞ്ഞിട്ട് വേറൊരു സ്ത്രീ എന്താ പറയാ പമ്പ ഗണപതി ക്ഷേത്രവും കഴിഞ്ഞ് ഏതാണ്ട് കയറ്റം കയറുന്ന അവിടം വരെ എത്തിയില്ലേ. മനീതി സംഘത്തിനെ കൊണ്ടുവന്ന കഥ പറയണോ? കേരളത്തിൽ ഇപ്പോ വിവാദ വിഷയം ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് കൊടുത്ത നിർദ്ദേശം, മനീതി സംഘം വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുന്നുണ്ട്, പരമ്പരാഗത വഴിയിലൂടെ വരുന്നുണ്ട്, എസ്കോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ ഇടുക്കി വഴി കൊണ്ടുവന്നു. പക്ഷെ പമ്പയിൽ അവിടെ എത്തിയ സമയത്ത് തമിഴ്നാട്ടിലുള്ള ഭക്തന്മാർ അക്രമാസക്തമായപ്പോ അവര് തിരിച്ചുപോയി. അവരെ കൊണ്ടുവന്നത് പോലീസല്ലേ. രാത്രി ഇരുട്ടിന്റെ മറവില് മറ്റേ എന്താ പറയാ ബിന്ദു അമ്മിണിയെയും മറ്റേ സ്ത്രീയെയും കനകദുർഗ അവരെ കൊണ്ടുവന്നത് പോലീസല്ലേ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കസ്റ്റഡിയിലായിരുന്നു അവർ ഒരാഴ്ചയോളം പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ കസ്റ്റഡിയിലായിരുന്നു. ആ രണ്ടാമത്തെ സ്ത്രീയുടെ ഭർത്താവ് അവർക്കെതിരെ കൊടുത്ത കേസിൽ അവര് തമ്മിലെ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ടായി. ആ കേസുകളിൽ അവര് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് പോയി, പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയതാണ്, ഒരാഴ്ചയായിട്ട് ഏതൊക്കെയോ പോലീസുകാരെ കൂടെ എവിടെയൊക്കെയോ താമസിച്ചിട്ടാണ് ശബരിമല എത്തിയെന്ന്. ഇതൊക്കെ ഇവിടെ കോടതിയിൽ കൊടുത്ത രേഖയാ. പൊട്ടം കളിക്കരുത് നിങ്ങൾ കേട്ടോ. ഞങ്ങളൊക്കെ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്, പൊട്ടം കളിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ്. പിന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ മഹാൻ പറഞ്ഞത് എന്താ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ 2 തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴാണ് അവർക്ക് സ്വന്തം ബൂത്തിൽ വരെ പിന്നോട്ട് പോയപ്പോഴാണ് ബോധ്യം വന്നത്. അതുകൊണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ സുപ്രീം കോടതി വിധിയുടെ മറ പിടിച്ചുകൊണ്ട്, കാരണം സുപ്രീം കോടതി വിധിയിൽ യുവതികൾക്ക് കയറാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏത് പ്രായത്തിലുള്ള യുവതികൾക്ക് കയറാം, അത് അങ്ങനെ കയറാൻ പാടില്ല എന്നുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ നിയമത്തിലെ ആ 3ാമത്തെ ഉപവകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പോലീസ് എസ്കോർട്ടോടുകൂടി കേട്ടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഇനി വേറൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞതാണ് നിങ്ങൾ അന്ന് അതൊക്കെ ചെയ്തത് എന്നായിരുന്നു അന്നത്തെ ന്യായം. ഇന്നിപ്പോ ഞങ്ങൾ അറിയില്ല ഏത് റഹന ഫാത്തിമ, ഏത് ബിന്ദു അമ്മിണി എന്നൊക്കെ ചോദിക്കും. പക്ഷെ അന്ന് നിങ്ങളുടെ ന്യായം എന്തായിരുന്നു? സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. ദീപക് മിശ്ര അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. റിവ്യൂ ചെയ്യാനേ തീരുമാനിച്ചിട്ടുള്ളൂ. അത് അപാകതയുണ്ട് എന്ന് തോന്നിയ സുപ്രീം കോടതി ഡിസൈഡഡ് ടു റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കാൻ തീരുമാനിച്ചു. സ്റ്റേ ചെയ്തിട്ടില്ല. എന്താ ഇപ്പൊ കയറ്റാത്ത? എന്താ 2019, 20, 21 കയറ്റില്ല? എന്താ കയറ്റില്ല? അത് ശരി. അപ്പോ 2018 വിധി ഇന്നും സെപ്റ്റംബർ 28 വിധി ഇന്നും സ്റ്റേഡ് അല്ല. അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാളായാൽ ആ വിധിക്ക് ഏതാണ്ട് 7 വർഷം പഴക്കമാവും. അത് സ്റ്റേ ചെയ്തിട്ടില്ല, ഒരു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്താ ഇപ്പൊ നടപ്പിലാക്കാത്തത്? അപ്പോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈപൊള്ളിയപ്പോ അത് അവിടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് ഒറ്റക്കെട്ടായി UDF പോകുമ്പോൾ പുതിയ വോട്ട് ഉണ്ടാക്കണം. അതിനുണ്ടാക്കിയ ഒരു നടപടിയല്ലേ. പിന്നെ 7 കോടി രൂപയാണ് പമ്പയിൽ നടന്ന ഈ അയ്യപ്പ സംഗമത്തിന്റെ ചെലവ്, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് 7 കോടി രൂപയാണ്. അത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് പോയതാണ്. 7 crore. അവിടെ പങ്കെടുത്തത് 623 ആളുകളാണ്. 623. നിങ്ങൾ ഹരിക്ക് 7 കോടി 623 കൊണ്ട് ഹരിച്ചാൽ 1,12,359 രൂപ. 1,12,359 രൂപ. അത് എക്സാക്ട് കണക്കാണ്. അത് ഇവിടെ എല്ലാവരും പറഞ്ഞതാണ്. പിന്നെ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടല്ലേ നിങ്ങൾ വിളിച്ചത്? ഇൻവിറ്റേഷനുമായി പമ്പയിലെ അയ്യപ്പ സംഗമത്തിന് പോകുന്ന ആളെ തലേന്ന് രാത്രി ഞാൻ അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടു. എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾക്ക് കത്ത് വന്നിട്ട് പോവാണെന്ന്. ഞാൻ പറഞ്ഞു പോയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ കത്ത് കിട്ടിയിട്ടാ പോയത്. കത്ത് കിട്ടി ക്ഷണിക്കുമ്പോൾ കത്ത് അയച്ചവരുടെ മാനദണ്ഡം, അവിടെ എന്ത് തീരുമാനം എടുത്തു, എന്തൊക്കെയാണ് നടപടി, ഫോളോ അപ്പ് എന്താ? നിങ്ങൾ ഇനി പോട്ടെ, ഇപ്പൊ ഈ 6 മാസമേ ഉള്ളൂ ഭരണം, 2 മാസം അതിൽ ചട്ടം വരും. ഏത് പഞ്ചായത്ത് ഇലക്ഷന്റെ ചട്ടം ഇപ്പൊ വരും. ഒക്ടോബർ മാസം 10-ാം തീയതി 15-ാം തീയതി ആകുമ്പോഴേക്കും പഞ്ചായത്ത് ഇലക്ഷന്റെ ചട്ടങ്ങൾ വരും. അപ്പോ 2 മാസം അങ്ങനെ പോകും. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോ സ്റ്റാലിൻ നിങ്ങൾ വിളിച്ചത്, ഇനി ഒന്നും കൂടി അതുകൂടി ഇവിടെ പറയണം. സ്റ്റാലിനെ അല്ലേ നിങ്ങൾ വിളിച്ചത്? ആരായി സ്റ്റാലിൻ?
സനാതന ധർമ്മം ഡെങ്കു ആണ്, മലേറിയയാണ്, അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്ന DMKന്റെ നേതാവിനെ സ്റ്റാലിനെ നിങ്ങൾ എന്ത് മാനദണ്ഡത്തിലാണ് വിളിച്ചത്? എന്ത് മാനദണ്ഡത്തിലാണ് വിളിച്ചത്? നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ല? ഞാൻ ചോദിക്കട്ടെ, തൊട്ടപ്പുറത്ത് റേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഭക്തനായ, പരമഭക്തനായ ഒരു വിശ്വാസിയായ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ട്, BJP അല്ല, കോൺഗ്രസ് മുഖ്യമന്ത്രി. അദ്ദേഹത്തെ വിളിച്ചോളൂ, അദ്ദേഹം ഭക്തനല്ലേ? അമ്പലത്തിൽ പോവാത്ത, ഹിന്ദു അനുഷ്ഠാനങ്ങൾ ആചരിക്കാത്ത, ഹിന്ദു സനാതന ധർമ്മം ഡെങ്കു ആണ്, മലേറിയ ആണെന്ന് പറയുന്ന അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന വിദ്വാന്മാരെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. എന്നിട്ട് വന്നതോ അയാൾ വന്നില്ല, ഒരു മന്ത്രി വന്ന് അയാളെ പ്രസംഗിക്കാൻ ലേറ്റ് ആയപ്പോൾ അയാൾ പിണങ്ങിപ്പോയി. ഈ ജാതി അവതാരങ്ങളെ വെച്ചിട്ടാണ് പരിപാടി നടത്തിയത്. ഈ അവതാരങ്ങളെ വെച്ചിട്ട് ഓരോ അവതാരങ്ങൾ ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് നടത്തിയത് കൊണ്ടാണ് ഇത് പൊളിഞ്ഞു പാളീസായത്. ഇത് പൊളിഞ്ഞു പാളീസാവാൻ കാരണതാണ് ഈ പൈസ മുഴുവൻ പോയി. ആർക്ക് പോയി? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോയി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തിന് പരിപാടി നടത്തണമെങ്കിൽ പത്തനംതിട്ട ടൗൺ ഹാളിൽ നടത്തിക്കോ, അല്ലെങ്കിൽ തിരുവനന്തപുരം ടൗൺ ഹാളിൽ നടത്തിക്കോ. ഈ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ ആഗോള അയ്യപ്പ സംഘം എന്തിനാണ് നടത്തിയത്? വാർഷികം അത് കഴിഞ്ഞ വർഷമായിരുന്നു. അത് 75ാം വർഷം, 76ആയി. അതിൽ പോലും ഇവർക്ക് സ്വന്തം പ്രായം പോലും ഇവർക്ക് അറിയില്ല. 76ആയി. മനുഷ്യന്മാർക്ക് അത്തുംപുത്താവും 75ഒക്കെ ആയാൽ, ഈ സ്ഥാപനങ്ങൾക്കും അത്തുംപുത്താവോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നടത്തിയതൊക്കെ ഒരു തട്ടിപ്പ് തരികിട പരിപാടിയാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമ്പോൾ അതിന് പകരം കുറച്ച് ഹിന്ദു വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. അത് നടക്കാൻ പോകുന്നില്ല. അതിന് ആര് നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നാലും നടക്കാൻ പോകുന്നില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. വെറുതെ എന്താ പറയാ, പരിഹാസ്യരായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ന്യൂനപക്ഷ സംഗമം നടത്തി കോംപ്രമൈസ് ചെയ്യും അക്കാര്യത്തിൽ, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യും.